ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ മൈൻക്രാഫ്റ്റിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോ ആണെങ്കിലും കുറച്ചൊക്കെ ഞാൻ ഡെക്കറേഷനൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. ഇതാണ് ഡെക്കറേഷൻ, കണ്ടില്ലേ? ഇത് ഹാർഡ് കോർ ആണ് മെയിനായിട്ട് ഉള്ളത്. ചെറിയൊരു ഹാങ് ഉണ്ടാവും, അത് ഞാൻ ഫോണിലാണ് കളിക്കുന്നത്. അപ്പം നമ്മളൊരു വില്ലേജ് കണ്ടുപിടിച്ച് കണ്ട് വില്ലേജിൽ ഒരു വീട് വെച്ച് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുതിരേനൊക്കെ ഉള്ള കുതിര മേളിലൊരാളുണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പപ്പി. നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് മൈൻ എക്സ്പ്ലോർ ചെയ്യണം. അവിടെ മൈനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് പിക്കാക്സ് ഒരെണ്ണം കൂടി ഒരു സേഫ്റ്റിക്ക് പണിയാ. പിന്നെ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ടോർച്ച് വേണം. കാരണം എല്ലാ അലങ്കോലവും ഇരിക്കുക. ടെസ്റ്റൊക്കെ ഉണ്ടാക്കണം ഇതിന് പുതിയത്. കുറേ അലങ്കോലായിരിക്കുക. ഒരു ഐഡിയ ഉണ്ട് നമുക്ക്. ഒരു ഐഡിയ ചെയ്യാം. കുറച്ചും കൂടി ഉണ്ടാക്കാം. കാരണം തികയോന്ന് അറിയില്ല. ഒന്നേ ഉള്ളൂ, നമുക്ക് തികച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? ടോർച്ച് ലൈറ്റ് എടുത്തില്ല. നമുക്ക് വേഗം പോയി ടോർച്ച് ലൈറ്റ് ഉണ്ടാക്കിയിട്ട് വരാം. ടോർച്ച് ലൈറ്റ് നമുക്ക് ടോർച്ച് ലൈറ്റ് ഉണ്ടാക്കിയിട്ട് ഇനി ഇൻവെന്ററി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കാണാം. അപ്പം നമ്മളുടെ കയ്യിൽ സാധനങ്ങളായിട്ടുണ്ട്. മൈനിങ്ങിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലായിട്ടുണ്ട്. അപ്പം നമുക്ക് മൈനിങ്ങിലേക്ക് പോവാം. ഇത്രയും സാധനങ്ങളാണ് ഇവിടെയുള്ളത്. ഇതാ നമ്മൾ മൈനിങ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ ഞാൻ ആദ്യം മൈൻ ചെയ്ത ഒരു കേവ് കണ്ടു, അതൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു. കാണിച്ചു തരാം. ഇതിവിടെ സ്റ്റെപ്പൊക്കെ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ആ കേവ്. അവിടെ കുറച്ചെണ്ണമുണ്ട്. നമുക്ക് ഈ കോള് മെയിനായിട്ട് ആവശ്യമുണ്ട് നമ്മുടെ ടോർച്ചിന്. എങ്ങാനും കേവ് എങ്ങാനും കണ്ടാൽ ടോർച്ച് ആവശ്യമാണ്. നമുക്കെന്തായാലും മൈനിങ്ങിന് അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് താഴെയൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കാം. ഒരു സ്റ്റാക്ക് 7 എണ്ണം ആയിട്ടുണ്ട്. ഞാൻ താഴേക്കൊക്കെ പോയിട്ടുണ്ട്.
ഇവിടെയൊക്കെ കുറേ അയണൊക്കെ ഇരുന്നു ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് മൈനിൻ്റെ അവിടെ വരെ പോയിട്ടൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മൈനിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ കുടിച്ചു പോവാം. നമുക്ക് വല്ല ഡയമണ്ടോ ഗോൾഡോ അയണോ കോപ്പറോ എന്തെങ്കിലും കാണുവാണെങ്കിൽ അപ്പം ഞാൻ വീഡിയോ എടുക്കാം. കുറേ കുഴിക്കുന്ന വെറുതെ വീഡിയോ ലെങ്ത് ആക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ കുറേ നേരം കുഴിച്ച് വന്നു. അവസാനം നമുക്കൊരു റെഡ് സ്റ്റോൺ കിട്ടിയിരിക്കുകയാണ്. കുറേ നേരം കുഴിച്ചു, എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറൊക്കെ കുഴിച്ചാണ്. റെഡ് സ്റ്റോൺ ആദ്യമായിട്ട് നമുക്ക് റെഡ് സ്റ്റോൺ കിട്ടി. അതാ പിക്കാക്സും പൊട്ടി. ഇപ്പോൾ ഡയമണ്ടിൻ്റെ പിക്കാക്സ് ഉണ്ട്. അപ്പം നമുക്ക് ഗോൾഡും കിട്ടിയിട്ടുണ്ടേ. ഗോൾഡും കിട്ടി ഗായ്സ്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഡയമണ്ട് കിട്ടിയിരിക്കുകയാണ്. 1 2 2 ഉള്ളൂടെ. അതാ 3 4 ഡയമണ്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഡയമണ്ട് ഇനി ഉണ്ടാവും തോന്നില്ല. ഇവിടെ ഏകദേശം -53യിലാണ് ഇരിക്കുന്നത്. 53 54 അല്ലേ, 54ൽ. അപ്പം നമുക്ക് ഏകദേശം ഇപ്പം 4 ഡയമണ്ട് കിട്ടി. ഇന്നത്തെ മൈനിങ്ങിൽ ഇത് തന്നെ നല്ലതാണ്. കുറേ മൈൻ ചെയ്തു. നമുക്ക് ഇൻവെൻറ്ററി ഉണ്ടാവില്ല എന്നറിയില്ല. 1 2 3 4 5 6 സ്റ്റാക്ക് 6 സ്റ്റാക്ക് അടുപ്പിച്ച് നമ്മൾ മൈൻ ചെയ്തു. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടല്ലോ, എൻ്റെ കഷ്ടപ്പാട് 1 മണിക്കൂറായി. അപ്പം നമുക്ക് കുറച്ചും കൂടി കുഴിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. റെഡ് സ്റ്റോൺ കിട്ടിയേ. അപ്പം നമുക്ക് റെഡ് സ്റ്റോൺ കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ കുഴിച്ചിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമുക്ക് എന്തായിരുന്നു അതിൻ്റെ പേര്, ലാപ്പീസ് കിട്ടിയിട്ടുണ്ട്. ലാപ്പീസ് നമുക്ക് ലാപ്പീസ് കിട്ടി. ഗോൾഡ് കിട്ടി. ഞാൻ ഇത്രയും മൈൻ ചെയ്തു, ഒന്നും കണ്ടില്ല അല്ലേ. ഇത്രയും മൈൻ ചെയ്തു എന്നിട്ട് ഒന്നും കണ്ടില്ല. അപ്പം നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകും അല്ലേ. ഇത്രയും. അപ്പം ശരി, വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇന്നത്തേക്ക് സമയത്തിന് കടന്നില്ലെങ്കിൽ രോഗങ്ങൾ വരും. നമുക്ക് ഇവിടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം. നമ്മളങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മോബ് ഫാം സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ കേട്ടോ, ഈ ഒരു ഭാഗത്ത്. മോബ് ഫാം സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്കതായാലും നാളെ ചെയ്യാം. നാളത്തെ വീഡിയോ എന്തായാലും എല്ലാവരും കാണണേ, മിസ് ചെയ്യല്ലേ.